എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ലാത്ത ഒരു ചെറിയ ബഡ്ജറ്റില് 3 ബെഡ്റൂമിന്റെ ഒരു നല്ല വീടാണ്. അത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കരയ്ക്ക് അടുത്താണ്. പെരിങ്ങാല എല്ലാവർക്കും അറിയാം. പെരിങ്ങാലയ്ക്ക് അടുത്ത് കാണിനാട് എന്നാണ് സ്ഥലത്തിന്റെ പേര്. പെരിങ്ങാല ജംഗ്ഷനിൽ നിന്നും 1.7 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. 6 വില്ലകൾ വരുന്ന നല്ലൊരു വില്ല പ്രൊജക്റ്റ് ആണ്. കാമാൻകോയറ്റായ ഏരിയ ആണ്. എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. നമുക്ക് ഈ ഒരു വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക്, അതായത് ബസ് റൂട്ടിലേക്ക് 200 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്ക് ഭാഗങ്ങളിലേക്ക് ഈസിയാണ്. 5.3 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. കാക്കനാട് കളക്ടറേറ്റിലേക്ക് 10 കിലോമീറ്റർ, ഇടപ്പള്ളി ഭാഗത്തേക്ക് 16 കിലോമീറ്റർ, ആലുവ നോക്കുവാണെങ്കിൽ 17, തൃപ്പൂണിത്തുറയ്ക്ക് 11 കിലോമീറ്ററും, എയർപോർട്ടിലേക്ക് 26 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ലാൻഡ് നോക്കുവാണെങ്കിൽ 3,700 ആണ് വരുന്നത്. 1,700 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളൊക്കെ ആയിട്ട് നല്ല സ്പേഷ്യസ് ആണ്. നിങ്ങൾക്കറിയാം 3,700 എന്ന് പറയുമ്പോൾ ഏകദേശം 4 സെന്റ് എടുത്ത ലാൻഡ് വന്നു. നമുക്ക് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൈനിങ് സ്പേസ് ആണ്. ലിവിംഗ് സ്പേസും വലുതാണ്. അപ്പൊ നമുക്ക് വീടിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 6 വില്ലകളുള്ള വില്ല പ്രൊജക്റ്റ് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, മെയിൻ റോഡ് ടാർ റോഡാണ്. അത് കഴിഞ്ഞാൽ ഈ വില്ലകളിലേക്കുള്ള വഴി നമുക്കിനി ടൈല് വിരിക്കാനുണ്ട്. ഇവിടെ നമുക്കിപ്പോൾ ഏകദേശം 3 വീടുകളുടെ വർക്കാണ് കംപ്ലീറ്റ് ആയി കിടക്കുന്നത്. ഫേസ് ടു ഫേസ് ആയിട്ടാണ് വില്ലകൾ ഇരിക്കുന്നത്. വൈഡ് ആയിട്ടുള്ള റോഡാണ് വില്ലകളുടെ ഫ്രണ്ടിലൂടെ പോകുന്നത്. ഈ ഒരു വീട് നമുക്ക് എല്ലാ വർക്കുകളും കഴിഞ്ഞ് സെയിലിന് റെഡിയായി നിൽക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ ഇതിനകത്ത് വർക്കുകൾ നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വീടിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഭംഗി അറിയാൻ പറ്റാത്തത്. നമുക്ക് റോഡൊക്കെ ടൈല് വിരിച്ചു കഴിയുമ്പോൾ നല്ല വീതിയുള്ളതും ഭംഗിയുള്ളതുമായ വില്ല പ്രൊജക്റ്റ് ആയിരിക്കും ഇത്. നിങ്ങൾക്ക് താമസിക്കാനാണെന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഇൻഫോ പാർക്കിലേക്ക് 5.3 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. സോ ഈ ഭാഗങ്ങളിലൊക്കെ ഇൻഫോ പാർക്ക് സ്റ്റാഫ് ഒരുപാട് പേരാണ് റെന്റ് ഔട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിക്കായിട്ട് അന്വേഷിച്ചു വരുന്നത്. അപ്പൊ താമസിക്കാനാണെങ്കിലും റെന്റ് ഔട്ടിനും പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ്. മതിലൊക്കെ കൂടുതൽ കാണിക്കാൻ നമുക്ക് ഇവിടെ ആ ഒരു സാധനങ്ങളൊക്കെ കിടക്കുന്നത് പോലെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറ്റില്ല. എന്നാലും നല്ല ഡിസൈനുള്ള മതിലാണ്. GA പൈപ്പിന്റെ വർക്കും അതുപോലെ തന്നെ ചെറുതായ ടെക്സ്റ്റൈൽ വർക്കും ഒക്കെ വരുന്നുണ്ട്. വീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായ എലിവേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ പെയിന്റ് ആണെങ്കിലും ഗ്രേ കളർ ഡിസൈൻ വരുന്നുണ്ട്. മുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഷേപ്പും ലെഫ്റ്റ് സൈഡിലുള്ള മുകളിലെ പോർഷനിൽ GA പൈപ്പിനകത്ത് തന്നെ കുറച്ച് ഭംഗിയായിട്ട് ലേസർ കട്ട് ഡിസൈൻ ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് ഞാൻ പറഞ്ഞു സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. അത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുമ്പോൾ ഇവിടെ എല്ലാം തന്നെ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇതിനിടയിൽ ആ ഒരു ഗ്രാസ് വരാനുള്ള വർക്കും കൂടെയാണ് പെയിന്റിംഗ് ഉള്ളത്. ഞാനിപ്പോ നിൽക്കുന്നത് കവേർഡ് ആയിട്ടുള്ള പോർച്ചിലാണ്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ഒന്നാമത്തെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. രണ്ടാമത്തെ കാറ് നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തും ടോട്ടൽ നമ്മുടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ കിട്ടുന്നത്. രണ്ടാമത്തെ കാർ പാർക്കിങ്ങിന്റെ സൈഡിലൂടെ നടക്കുമ്പോൾ ഇവിടെ ചെടികളൊക്കെ വെക്കാനായിട്ട് സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വഴി കണ്ടിന്യൂ ചെയ്ത് നേരെ ബാക്കിലേക്കാണ് പോകുന്നത്. മെറ്റൽ ഷിപ്പാണ് അവിടെയൊക്കെ വിരിച്ചിരിക്കുന്നത്. സ്പേഷ്യസുമാണ്. നമുക്ക് ഇവിടെ വെള്ളത്തിനുള്ള ഫെസിലിറ്റി നോക്കുവാണെങ്കിൽ ബോർവെല്ലുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടർ കണക്ഷനുമാണ് ഇവിടെ ഉള്ളത്. വീടിന്റെ ബാക്ക് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കിച്ചണിന്റെ ഡോറാണ്. വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള ഫ്ലോർ എല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. റൂഫും കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ സിങ്കോ കണക്ഷനോ ഒക്കെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന ബാക്ക് സൈഡിലേക്കുള്ള ഏരിയ ആണ്. ഇവിടെ നോക്കുവാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു വഴി നല്ല സ്പേഷ്യസ് ആണ്. നമുക്ക് ഈ വീട് ഭാഗത്തായിട്ടാണ് വാട്ടർ ഫിൽറ്റർ എല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. ഈ ഒരു വഴിയിലൂടെ കടന്ന് നമ്മൾ തിരിച്ചിപ്പം വന്നിരിക്കുന്നത് നമ്മുടെ ആ ഒരു കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലാണ്. വീടിന്റെ സിറ്റ് ഔട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പില്ലറുകളൊക്കെ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കാണ്. വർക്ക് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് അതെല്ലാം ഇപ്പോൾ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടൊരു ഗ്രേ ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു ടൈലാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഏകദേശം ഒരു 4 ചെയറുകൾ വരെ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ലെങ്തി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിന്റെ മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ഞാൻ നിൽക്കുന്ന സിറ്റ് ഔട്ടിന്റെ മുകളിൽ ഒരുപാട് LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറ് ഈ കാണുന്നതാണ്. ഒറ്റപ്പാളിയിലെ ഭംഗിയുള്ള ഡിസൈനിൽ തേക്കിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. നോർത്ത് ഡയറക്ഷൻ ആണ് വരുന്നത്.
വടക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ കട്ട്ളകളെല്ലാം തന്നെ വന്നിട്ട് അകത്തുള്ള വിൻഡോസിന്റെ ആണെന്നുണ്ടെങ്കിലും ഡോറുകളുടെയിലും കട്ട്ളയെല്ലാം തന്നെ ആഞ്ഞിലിയിലാണ്. അകത്തുള്ള ഡോറുകളൊക്കെ സ്കിൻ ഡോറിലുമാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ലിവിംഗ് സ്പേസിലാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ചെറിയൊരു ബ്രൗണിഷ് ഡിസൈൻ ഒക്കെ വരുന്ന ഭംഗിയുള്ള ടൈലുകളാണ് ഇട്ടിരിക്കുന്നത്. നേരെ വരുമ്പോൾ തന്നെ കാണുന്നത് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് ഗ്രീനിഷ് ഷെയ്ഡ് വരുന്ന നല്ലൊരു വാൾപേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. പാനലിംഗ് വർക്കുകളും അതുപോലെ തന്നെ സൈഡിലൊക്കെ ഓപ്പൺ ഷെൽഫുകളുണ്ട്. താഴെ ക്ലോസ്ഡ് കബോർഡുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് TV വെക്കാനായിട്ട് അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് നേരെ വന്ന് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് 3 വിൻഡോസും മെയിൻ ഡോറിനടുത്തായിട്ട് 2 വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെങ്കിൽ ആവശ്യത്തിനുള്ള വർക്കുകൾ വരുന്നുണ്ട്. LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിൽ വരുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസും ടഫിന്റെ ഗ്ലാസും ആണ് ഇട്ടിരിക്കുന്നത്. ആ ഭാഗത്തായിട്ട് നമുക്ക് പെർഗോള മോഡലിൽ കുറച്ച് ഓപ്പണിങ്സ് കിട്ടുന്നുണ്ട്. അത് ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്ത് കബോർഡുകളാക്കി തിരിച്ചിരിക്കുകയാണ്. ഇൻവെർട്ടേഴ്സ് വയ്ക്കാനും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഏരിയ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 8 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന വലിയൊരു സ്പേസ് കിട്ടുന്നുണ്ട്. 12 അടി നീളവും 11 അടി വീതിയുമാണ് ഡൈനിങ് സ്പേസിന് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. നമുക്ക് ആ വാഷ് ബേസിന് വേണ്ടി ഫിറ്റ് ചെയ്യാനുണ്ട്. ബാക്കി വർക്കുകളൊക്കെ കഴിഞ്ഞു കിടക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ പാനലിംഗ് വർക്കുകളും മിററും ആണ് കൊടുത്തിരിക്കുന്നത്. താഴെയാണെങ്കിലും ക്ലോസ്ഡ് കബോർഡുകളാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയുടെ റൂഫിൽ സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗം ഡബിൾ ഹൈറ്റഡ് ആണ്. ബാക്കി കവർ ചെയ്തിരിക്കുന്ന ഏരിയ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. അതിനിടയിലൊക്കെ ചെറിയ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 3 BHK ആണ്. നമുക്ക് താഴെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. സ്കിൻ ഡോർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള വെള്ളം നനഞ്ഞാലൊന്നും യാതൊരു പ്രോബ്ലംസും ഉണ്ടാവില്ല. നല്ല മെറ്റീരിയലിലാണ് ഡോർ ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 9.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും അവിടെയാണെങ്കിൽ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു വുഡൻ ഡിസൈൻ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. റൂഫിലാണെങ്കിൽ ആവശ്യത്തിന് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറും ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡും ഒക്കെ വരുന്ന ഒരു ഭംഗിയായ മിക്സ് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ജെറയുടെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കേബിൾ സ്വിച്ചസ് ഒക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി കിച്ചൺ നോക്കാം. ഈ ഒരു ഭാഗത്ത് സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. എൻട്രൻസ് തന്നെ കംപ്ലീറ്റ് പാനലിംഗ് വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ ഒരു ഷെൽഫ് പോലെ ഓപ്പൺ ഷെൽഫ് വരുന്നുണ്ട്. അവിടെയും നല്ല ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോഴുള്ള സറൗണ്ടിങ് ഏരിയാസിലെ ടൈലുകളെല്ലാം വൈറ്റ് കളറിൽ ബ്ലാക്ക് ലൈൻ ഒക്കെ വരുന്ന ടൈലാണ്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബീജ് ഷെയ്ഡും വൈറ്റും കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും കാണാം. കിച്ചണിന്റെ കൗണ്ടർ ടോപ്പ് പോർഷൻ വന്നിട്ട് വൈറ്റ് കളർ ആണ് ചെയ്തിരിക്കുന്നത്. ഒരു 5 പേർക്ക് വരെയൊക്കെ നിന്ന് മാനേജ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിച്ചണകത്ത് കിട്ടുന്നുണ്ട്. റൂഫ് ആണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫ്രിഡ്ജ് വെക്കാനായിട്ടുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് ഡോർ വരുന്നത്. മെയിൻ ഡോർ കിച്ചണിൽ നിന്നുള്ള ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് വർക്ക് ഏരിയ ആണ്. ഓൾറെഡി ഫ്ലോറിങ്ങും റൂഫും എല്ലാം കവർ ചെയ്തിരിക്കുന്ന ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ സ്റ്റെപ്പിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ഭാഗത്തായിട്ട് ബാക്കിയുള്ള 2 വിൻഡോസും ആണ് കിട്ടുന്നത്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഇവിടുത്തെ ഹാള് കിട്ടുന്നത്. ഇങ്ങനെ വന്നിട്ട് എൽ ഷേപ്പിലാണ് ഹാള് വരുന്നത്. ഹാളിന്റെ റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു ടേബിൾ വരുന്നുണ്ട്. സ്റ്റഡി പർപ്പസിനാണെങ്കിൽ ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാനൊക്കെ ഈ ഒരു ടേബിൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഈ ഒരു ഷേപ്പ് വരുന്നത്. നമുക്ക് ഇവിടെയായിട്ടാണ് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് വരുന്നത്. ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ സോഫ സെറ്റീസ് ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ TV വെക്കാവുന്നതാണ്. ഇവിടെയായിട്ടൊരു ഡോർ വരുന്നുണ്ട്. തുറന്നു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് ഇറങ്ങുന്നത്. കംപ്ലീറ്റ് ആയിട്ട് റൂഫൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും ഇവിടെ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു ഏരിയ തന്നെ യൂട്ടിലിറ്റിക്കായിട്ട് കിട്ടുന്നുണ്ട്. യൂട്ടിലിറ്റി സ്പേസ് കണ്ടു കഴിഞ്ഞു. നമുക്കിനി മുകളിൽ 2 ബെഡ്റൂമുകളാണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. വലിയൊരു ബെഡ്റൂം തന്നെയാണ്. 14 അടി നീളവും 10 അടി വീതിയുമാണ് കിട്ടുന്നത്. ഇവിടെ 3 വിൻഡോസും ആ കാണുന്ന വോളില് 2 വിൻഡോസും കിട്ടുന്നുണ്ട്.
നമുക്ക് വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അതിനോടൊപ്പം തന്നെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളറിലാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 അടി നീളവും 12 അടി വീതിയുമാണ് കൊടുത്തിരിക്കുന്നത്. ചുറ്റിനും നോക്കുവാണെങ്കിൽ വിൻഡോസ് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. റൂഫിലാണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് വരുന്നത്. ഇവിടെയും നമുക്ക് വാർഡ്രോബ് നോക്കുവാണെങ്കിൽ ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വലിയൊരു വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടൈലുകളൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളർ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റു ബാത്റൂമുകൾ പോലെ തന്നെ സൗകര്യത്തിലാണ് ഈ ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഫൈനലി നമുക്കിനി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണാനുള്ളത്. ഈ ഒരു ഭാഗത്തെ ഡോർ തുറന്നു കഴിഞ്ഞാൽ നേരെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. അത്യാവശ്യം സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ചുറ്റിനും നോക്കിയാൽ കാണാം, ഭംഗിയായിട്ടൊരു ഡിസൈനിലാണ് ഹാൻഡ് റെയിൽസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. മുകളിൽ നോക്കുവാണെങ്കിൽ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ബാൽക്കണി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാം, ഓപ്പോസിറ്റ് സൈഡിലെ വീടുകളുടെ വർക്കുകൾ നടത്തുകയാണ്. ഈ ഒരു സൈഡിലുള്ള വീടുകളൊക്കെ ഏകദേശം കംപ്ലീഷൻ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഈ ഒരു ടൈമിലായതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീടല്ല മറ്റേതെങ്കിലും വീടാണ് വേണ്ടതെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് നല്ല ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചോളുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര പെരിങ്ങാലക്കടുത്ത് കാണിനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് ഇവിടെ നിന്ന് പെരിങ്ങാല ജംഗ്ഷനിലേക്ക് 1.7 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ ഒരു വീട് റോഡിനടുത്താണ്. ബസ് റൂട്ടിലേക്കൊക്കെ നമുക്ക് വെറും 200 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്കുകാർക്ക് എന്തുകൊണ്ടും സൂട്ടബിൾ ആണ്. വെറും 5.3 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി, പാലാരിവട്ടം, ആലുവ, കലൂർ, തൃപ്പൂണിത്തുറ, എയർപോർട്ട് എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ്. ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ലാൻഡ് അളവ് വരുന്നത് 3,700 ആണ്. സ്ക്വയർ ഫീറ്റ് 1,700. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 3 ബെഡ്റൂമുകളാണ് ഈ ഒരു വീടിനുള്ളത്. നമുക്ക് ഇവിടെ 2 കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. ബോർവെൽ വാട്ടറും KW വാട്ടറും ഉണ്ട്. യൂട്ടിലിറ്റി ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയ നമുക്ക് വേറെയും കിട്ടുന്നുണ്ട്. 3.7 സെന്റ് ഓഫ് ലാൻഡിൽ 1,700 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആയിട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 68 ലക്ഷം രൂപയാണ്. 68 lakhs എന്നുള്ളതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീട് ലോൺ ഫെസിലിറ്റിയിൽ സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും അതും ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ക്രീനിൽ നമ്പറുകൾ കാണിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.